ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ പെരുന്നാളിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ചെറുപയർ വെച്ചിട്ടാണ്. ചെറുപയർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും, കാരണം എല്ലാ മാസവും നമുക്ക് ചെറുപയർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്നും കറിയും അതുപോലെ പുഴുക്കും തയ്യാറാക്കി നോക്കാതെ ഇതുപോലുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെറുപയർ വറുത്തിട്ട് ചെറുപയർ പരിപ്പ് തയ്യാറാക്കിയെടുക്കണം. ചെറുപയർ പരിപ്പ് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞാനിതിവിടെ ഇതിൽ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് വറുത്ത് തരക്കിയിട്ട് ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും എടുത്തിട്ടില്ല, 1/2 കിലോഗ്രാമാണ് വറുത്തെടുത്തത്. പക്ഷേ ഞാനിതിപ്പോൾ ഒരു 350 ഗ്രാമോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിർത്തി വെക്കണം. ഞാനിതിവിടെ വെള്ളമൊഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ എടുക്കുന്ന ടൈമിൽ പച്ച തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. അതുപോലെ തന്നെ പായസം നല്ല ടേസ്റ്റി ആയിരിക്കും. തേങ്ങാപ്പാലിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സാധാരണ പശുവിൻ പാലും എടുക്കാം. പക്ഷേ പശുവിൻ പാലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാലിനാണ്. അപ്പോൾ ഞാനിതിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 പാലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. 1 കപ്പോളം 1 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ പാലും താഴെ പോയിക്കോളും. അതിനുശേഷം നമുക്ക് 2 പാൽ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ തേങ്ങയുടെ പീര വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ 2 പാലിലാണ് ചെറുപയർ വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് 2 പാൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് തുളുമ്പി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 പാൽ ഞാൻ ഡയറക്റ്റായിട്ട് പ്രഷർ കുക്കറിലോട്ട് തന്നെയാണ് അരിച്ചെടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് അരിച്ചിട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ടും അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ 1 പാലും 2 പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം 2 പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങണ്ട, ഒന്ന് തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കണം. അതേസമയം ചെറുപയർ പരിപ്പ് ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കർ അടച്ച് വെക്കരുത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് പ്രഷർ കുക്കർ അടച്ച് വെക്കുക. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ വിസിൽ വരുന്ന ടൈമിൽ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് മാത്രം പ്രഷർ കുക്കർ അടച്ച് വെക്കുക.
എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് കുക്കായതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ ടൈമിൽ ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ എയറൊക്കെ തനിയെ പോയതിന് ശേഷം മാത്രമേ പ്രഷർ കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാൻ ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. അതിനുശേഷം എയറൊക്കെ പോയതിന് ശേഷം മാത്രം പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, പയർ നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, പയറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. പയർ ഇത്രയും കുക്കായി കിട്ടണം, എങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പയർ വേവാതിരുന്നാൽ നമ്മൾ കുടിക്കുന്ന ടൈമിൽ പയർ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് സാധാരണയായിട്ട് ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പ്രഥമനുണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതും. പക്ഷേ പ്രഥമൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ചെറുപയർ പരിപ്പാണ്. അപ്പോൾ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. അതിനുശേഷം ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം. വറുത്തൊഴിക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ പായസത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്താൽ മതി. വറുത്തൊഴിക്കുന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീ ചൂടായി വരുമ്പോൾ ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് റൈസിൻസ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് പായസം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ടേക്ക് പായസം മാറ്റുകയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ പ്രഷർ കുക്കറിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടല്ലോ, പായസമൊക്കെ ഇപ്പം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതുപോലെ കുടിക്കുമ്പോൾ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടല്ലോ, ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള 2-3 ഏലക്കായ കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. പൊടിച്ച് വെച്ചത് ചേർക്കരുത്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഇപ്പം തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയറും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.
എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.